അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. മലപ്പുറത്ത് ജില്ലാ പോലീസ് മേധാവിയെ പൊതുവേദിയിൽ അപമാനിച്ചു PV അൻവർ MLA. ഞാൻ എന്തോ വലിയ ആളാണ്. SP കുറെ സിം കാർഡ് പിടിച്ച് ഞാൻ കണ്ടു. നമ്മളെ 10 ലക്ഷത്തിന് മുതലേ അതിന് വരില്ല. കുറെ സിം കാർഡുകൾ അതിന്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടെടുക്കുക. SP-നെ കാണുന്നത് ഞാൻ TV-യിലാണ്. അദ്ദേഹത്തിന് ഉത്തരവാദിത്തല്ലേ? ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ? 10 മണിക്ക് അങ്ങനെ സമ്മേളനം പറഞ്ഞാലേ ഞാൻ 9:50 മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞാൻ രാവിലെ ഫസ്റ്റ് ആരംഭിക്കുന്ന ഒരു പരിപാടി 1 മിനിറ്റ് പോലും വൈകാറില്ല. അത് ശരി. അപ്പൊ കുമ്മനല്ലേ 5-10 പരിപാടി ഉണ്ടാകുമ്പോൾ 2-3 പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഒരു ചായ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 ചായ കുടിച്ചു മലപ്പുറത്ത്. എന്നിട്ട് ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? അല്ല, കുറച്ചും കൂടെ ബാക്കി പിന്നെ കുടിക്കാം. മോൻചെല്ല്. അല്ല ചേട്ടന്റെ ഗുസ്തിയുടെ കാര്യം. ഇനി നീ ഇവിടെ നിന്നാൽ ഞാനും നീ തമ്മിലായിരിക്കും ഗുസ്തി. അല്ല ചേട്ടാ ഒരു കുഴപ്പമില്ല. അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ്. ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ ആരും കാത്തൊക്കെ കയറാം. കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത്ര സങ്കടപ്പെടാൻ എന്തോ മനുഷ്യരെ കുറച്ച് കണ്ണിച്ചോര വേണം. ഈ 4 ലക്ഷത്തിന്റെ വീട് അതിലൊരു 2 കോരി മണ്ണിടണ്ടേ? മരിച്ച സമ്മതിക്കൂല. ഈ വർക്ക് അങ്ങോട്ട് ബ്ലോക്കായി. എന്തോന്നടേത്? പ്രാവശ്യം ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു, വലിയ പ്രശ്നമുണ്ട്, 4 കൊട്ട മണ്ണാണ്. അത് നിയമമാണ്. എന്താ ഈ നിയമം? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? SP ശശിധരൻ ആരാണെന്ന് കേരളത്തിന് നന്നായിട്ട് അറിയാം. അതിന് PV അൻവർ MLA സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. പത്മ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയായ ഒരു യുവതിയുടെ തിരോധാന കേസ് എങ്ങനെയാണ് രാജ്യം ഞെട്ടുന്ന നരബലി കേസായി മാറി എന്നത് ഈ ശശിധരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ അന്വേഷണ മികവിന്റെ പ്രതിഫലനമാണ്. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. പ്രതിഷേധവുമായി IPS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകണമെന്നാണ് ആവശ്യം.